പാലക്കാട് യുവാവിനെ ട്രെയിൻ യാത്രയ്ക്കിടെ സഹയാത്രികൻ മദ്യലഹരിയിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതി തമിഴ്നാട് തിരുവാരൂർ സ്വദേശി വീരമണിയെ റെയിൽവേ പോലീസ് പിടികൂടി. എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസിൽ വെച്ചായിരുന്നു ആക്രമണം. എറണാകുളത്ത് നിന്നും ഒറ്റപ്പാലം വാണിയംകുളത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു 25 വയസ്സുകാരനായ ജിഷ്ണു. ഇന്നു പുലർച്ചെ 1:30 എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ഷൊർണൂർ പിന്നിട്ടപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ജിഷ്ണു എഴുന്നേറ്റു. സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ താഴെ മദ്യലഹരിയിൽ കിടക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശി വീരമണിയുടെ ദേഹത്ത് കാൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു അക്രമം. വീരമണി കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് കത്തിവെച്ച് ജിഷ്ണുവിന്റെ കാലിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കത്തിയെടുത്ത് ആദ്യം കാലുമേക്ക് ഈ കാലിക്ക് ആദ്യം വെട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുകയും അവിടെ കൂടി ഉണ്ടാകുന്ന ബാക്കിയുള്ളവരെല്ലാരും പിടിച്ചു തള്ളുന്നതിന്റെ ഇടയിൽ ആള് കത്തിയെടുത്തിട്ട് ഈ ഇടത് തൊടയമേ കുറെ കീറി. അതില് എനിക്കും ബാക്കിലേക്ക് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്കും ആ സ്ത്രീയുടെ കാലുമേയും കത്തി കൊണ്ട് മുറിയാവുകയും ചെയ്തു. എൻ്റെ ഈ കാല് ഇവിടുന്ന് ഇതുവരെ പൊട്ടുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ജിഷ്ണുവിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിഷ്ണുവിന്റെ 2 കാലുകളിലുമായി 35ഓളം സ്റ്റിച്ചുകളുണ്ട്. എറണാകുളത്ത് ചെങ്കൽച്ചൂളയിൽ ജോലി ചെയ്യുന്ന വീരമണി തമിഴ്നാട് തിരുവാളൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സംഭവത്തിന് ശേഷം ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ പ്രതിയെ ട്രെയിനിൽ നിന്നും റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, പാലക്കാട്.